വന്നാലും ലോകത്തിലെ സ്വയം എന്നെ മാത്രം ലോകങ്ങളേറി വന്നാലും വേണ്ടായി ലോകയിമ്പം പ്രിയനേ നീ മതി വേണ്ടായി ലോകയിമ്പം പ്രിയനേ നീ മതി നാം വാട്ടിപ്പാടും ഞാൻ എന്നും വാട്ടിപ്പാടും ഞാൻ ലോകത്തിലേകയാശ്രയം എന്നേറ്റു മാത്രം ശോകങ്ങളേറി വന്നാലും ലോകത്തിലേകയാശ്രയം എന്നേറ്റു മാത്രം ശോകങ്ങളേറി വന്നാലും. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. നാം വചനത്തിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. നിന്റെ സത്യത്തിൽ നിന്ന് എന്നെ നടത്തി പഠിപ്പിക്കണം. ദൈവത്തിന്റെ സത്യത്തിൽ നടക്കണമെങ്കിൽ പഠിക്കണം. രണ്ട് കൂട്ടുകാർ കൂടി പോവുക. രണ്ട് കൂട്ടുകാർ. അതിൽ ഒരുത്തൻ പറഞ്ഞ വാക്കാണ്, ഞങ്ങള് 3 പേരാണ് കൂട്ടുകാർ. ഞങ്ങളുടെ കൂടെ എൻ്റെ കൂടെ ഒരുവനുണ്ട്. അവൻ തൃശ്ശൂരുകാരനാണ്. ഒരിക്കലും ഞങ്ങൾ മറ്റ് 2 കൂട്ടുകാരുടെ ഇഷ്ടം അവൻ ചെയ്യില്ല. അവൻ പറയണത് ഞങ്ങൾ ചെയ്തോളാം. അവൻ എന്ത് പറയുന്നോ അവന്റെ ഇഷ്ടം എന്തോ അത് ഞങ്ങൾ ചെയ്തോളാം. ഇത് അവന്റെ നിർബന്ധമാണ്. അപ്പൊ ഇങ്ങനെ കുറെ നാള് കഴിഞ്ഞ് അത് ഈ ഒരു കൂട്ടുകെട്ട് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ സ്നേഹിതനെ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ സമ്മതിക്കും. അവന്റെ ഇഷ്ടം നടക്കും, നീ മിണ്ടായിരിക്കും. ഇങ്ങനെ നടക്കും. പക്ഷെ അവസാനം അവര് പൊട്ടിത്തെറിച്ചു. ആ കൂട്ടുകെട്ട് ശിഥിലമായി. കാരണം അവർക്ക് ചില കാര്യങ്ങളൊക്കെ വന്നപ്പോഴേക്കും അവന്റെ കൂട്ടുകാരന്റെ ഇഷ്ടം അത് ചെയ്യാൻ പറ്റാതെ വന്നു. ഇതുപോലെ ദൈവത്തിന്റെ വചനം പറയുന്നത്, എന്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പി. എന്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പി. കർത്താവിന്റെ മുഖം ഏറ്റുകഴിഞ്ഞാൽ കർത്താവിന്റെ മുഖം ഏറ്റുകഴിഞ്ഞാൽ പിന്നെ വേണ്ട, അരുത്, ഇതിങ്ങനെ എപ്പോഴും നമ്മൾ കേട്ടോണ്ടിരിക്കും, അറിഞ്ഞുകൊണ്ടിരിക്കും. ഞാനൊരു തീരുമാനം എടുക്കാൻ പോവാ, അപ്പൊ വേണ്ട. ഇതാരാ പറയുന്നത്? കൂടെയുള്ള കർത്താവാ പറയുന്നത്. എത്ര നാള് സഹിക്കും? എത്ര നാള് സഹിക്കും? ശ്രദ്ധയോടെ ഇരിക്കുന്നവന് അത് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. അല്ലാത്തവന് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കില്ല. ഏതെങ്കിലും ഒരു കാര്യത്തിന് പോവാ, ഇന്ന് രാവിലെ എഴുന്നേറ്റ് ഒരു കാര്യത്തിന് പോവാ, അപ്പൊ കർത്താവ് പറയാ അരുത്. എന്നത് തന്നെയാണ് എന്ത് ചെയ്യും? പക്ഷേ വചനം പറയുന്നത്, നമ്മേക്കാൾ കൂടുതൽ അറിയുന്നവനാ കർത്താവ്. അന്തം എന്തായി തീരുമെന്ന് അറിയുന്നവനാണ് കർത്താവ്. എത്രയേറെ നമ്മുടെ ഇഷ്ടം നമ്മൾ വേണ്ടാന്ന് വെച്ചാലും അവന്റെ ഇഷ്ടം ചെയ്യുന്ന കാലത്തോളം നമുക്ക് നിലനിൽപ്പുണ്ട്. പക്ഷെ അതിന് പഠിക്കണം. ഇത് എളുപ്പമുള്ള, പറഞ്ഞപ്പോ കേട്ടപ്പോ എളുപ്പമുള്ള കാര്യമാണ്. പക്ഷെ പ്രായോഗികമായിട്ട് എളുപ്പമുള്ള കാര്യമല്ല. കാരണം വചനം പറയുന്നത്, കൂശ്യന് തന്റെ ത്വക്കും പുള്ളിപ്പുലിക്ക് തന്റെ പുള്ളിയും മാറ്റാൻ കഴിയുമോ? കൂശ്യൻ എന്ന് പറഞ്ഞ ആരാ? കൂശ്യൻ എന്ന് പറഞ്ഞു എത്യോപ്യക്കാരൻ. എത്യോപ്യക്കാരൻ വളർന്ന കറുത്ത കളർ. അത് വെളുപ്പിക്കാൻ പറ്റുമോ? ഇല്ല, പറ്റില്ല. അതുപോലെ പുള്ളിപ്പുലിയുടെ ആ പുള്ളി നല്ല സുഖമല്ല, ഇച്ചിരി ഡിസൈൻ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞ് നമ്മള് അതങ്ങ് വടിച്ചു കളഞ്ഞിരിക്കട്ടെ. പക്ഷെ പിന്നെ വരുന്നത് എങ്ങനെ വരും? ആ പഴയ നിലയിൽ തന്നെ വരും. അപ്പൊ വചനം പറയുന്നത് ഇത് രണ്ടും മാറ്റാൻ പറ്റില്ല. ഏതൊക്കെയാ? കൂശ്യന് തന്നെ തോക്കും, പുള്ളിപ്പുലിക്ക് തന്നെ പുള്ളിയും മാറ്റാൻ കഴിയില്ല. ഇതുപോലെയാണ് മനുഷ്യന്റെ സ്വഭാവം. ഇതുപോലെയാണ് മനുഷ്യൻ. അവൻ പഠിച്ചിട്ടുള്ളത് മാറ്റാൻ പറ്റില്ല.
അത് മാറ്റാൻ ദൈവം മുൻകണ്ടിട്ടുള്ളവനെ കൊണ്ട് സാധിക്കും. ഇല്ല എങ്കിൽ അവൻ പറഞ്ഞത് 100 വർഷം കഴിഞ്ഞാൽ അതിന് പറയും. എത്ര ഇതിന് വേണ്ടിയിട്ടാണ് കർത്താവ് ദാസന്മാരെ ആടുകളെ മേയ്ക്കാൻ പറ്റുന്നത്. ആടുകളെ മേയ്ക്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആടുകളെ നോക്കാൻ പോയിട്ടുള്ളവർക്കറിയാം. അതെന്നാ ഒരിക്കലും ഇത് ഇടയന് ഇടയന്റെ ഇഷ്ടത്തിന് അവന് നിൽക്കില്ല. ഒരിക്കലും. അതിന് തട്ടുകൂട്ടേണ്ടി വരും, തടുക്കേണ്ടി വരും, വലിക്കേണ്ടി വരും, പിടിക്കേണ്ടി വരും എന്ന് പറയുന്നത്. ഇങ്ങനെ 40 വർഷം കഴിഞ്ഞു. 40 വർഷം കൊണ്ട് മോശ ഒരു കാര്യം പഠിച്ചു. മോശ ഒരു കാര്യം പഠിച്ചു. മോശ എന്താ പഠിച്ചതെന്നറിയാമോ? തന്റെ ഇഷ്ടം നടന്നില്ലെങ്കിൽ ഒരു പരാതിയും. ഒരു പരാതിയും. അയ്യോ! ദിവസം ഒരു ദിവസം നമ്മുടെ ജീവിതം വിശ്വാസത്തിലേക്ക് വരുന്ന സമയം ഞാൻ ഇങ്ങനെ ഇരിക്കുക. അപ്പോ കർത്താവ് പറഞ്ഞു, നിന്നെ ചില കാര്യങ്ങൾ പഠിപ്പിക്കേണ്ടതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ നടന്നത് എന്ന് പറഞ്ഞു. എനിക്ക് അതിന്റെ ഗൗരവം മനസ്സിലായില്ല. എന്നിട്ട് അടുത്ത ദിവസം കർത്താവ് ഒരു ദർശനം കാണിച്ചു തരുവാ. ഞാൻ എറണാകുളത്ത് നിന്ന് ട്രെയിനിൽ കയറി. എനിക്ക് ഇറങ്ങേണ്ടത് മുളന്തുരുത്തിയാണ്. മുളന്തുരുത്തിയിൽ ഇറങ്ങാനായിട്ട് ഞാൻ റെഡിയായിട്ട് നിൽക്കുവാ. റെഡിയായിട്ട് നിൽക്കുമ്പോൾ ആ ട്രെയിൻ മുളന്തുരുത്തി ഇറങ്ങാതെ നേരെ കാഞ്ഞിരപുരത്ത് കൊണ്ടുപോയി നിർത്തി. ദേഷ്യം. ഞാൻ ദേഷ്യം കൊണ്ട് വിറയ്ക്കാൻ തുടങ്ങി. അപ്പോ പിന്നെ ഞാൻ ക്ഷമിച്ച് അവിടെ നിന്ന് ടിക്കറ്റ് എടുത്ത് തിരിച്ച് ടിക്കറ്റ് എടുത്ത് മുളന്തുരുത്തിക്ക് എടുത്തു. അങ്ങനെ ട്രെയിനിൽ കയറിയിട്ട് ആ ട്രെയിൻ കൊണ്ടുപോയി തൃപ്പൂണിത്തുറ കൊണ്ടുവന്നു. മുളന്തുരുത്തി നിർത്താൻ. ചുരുക്കം പറയട്ടെ, എന്നെ കർത്താവ് കാണിച്ചു കഴിഞ്ഞു. ഇങ്ങനെ അങ്ങോട്ടും ടിക്കറ്റ് എടുത്ത് അവസാനം എന്റെ സ്വഭാവം മാറി, ജീവിതം മാറി, ഡ്രസ്സ് മാറി, സകലതും മാറി. ഞാൻ ബാഗൊക്കെ പിടിച്ചോണ്ട് പോവുക. അപ്പോ റെയിൽവേ സ്റ്റേഷനിലേക്ക് ചെല്ലുമ്പോ ഒരാൾ എന്നോട് ചോദിച്ചു, എവിടെയാ പോകുന്നത്? എങ്ങോട്ട് പോവാ? പണ്ട് ഞാൻ പറയായിരുന്നു, ഞാൻ മുളന്തുരുത്തി ഇല്ലെങ്കിൽ എറണാകുളം എന്ന് പറയായിരുന്നു. എവിടെയാ ഇറങ്ങുന്നത്? എന്നോട് താല്പര്യപൂർവ്വം ഒരാൾ ചോദിക്കുക. ഞാൻ പറയാണ്, നിർത്തുന്നിടത്ത്. ആ പഴയ വാശിയൊക്കെ പോയി. ആ തീരുമാനവും ശാഠ്യവും ഭയങ്കര ആരെനിക്കെതിരെ നിൽക്കും. ഞാൻ പറഞ്ഞത് അങ്ങനെ ചെയ്തത് ഇങ്ങനെ ഒന്നുമില്ല. നിർത്തറങ്ങി. ഇപ്പൊ ഒരു കാര്യം ബോധ്യമായി. എന്റെ ഇഷ്ടമില്ല. അത് നടക്കാത്ത കാര്യമാണ്. ഇതാണ് വചനം പറയുന്നത്. നിന്റെ സത്യത്തിൽ നടക്കാമോ പോവാ. നമ്മൾ വേദപുസ്തകം വായിക്കുമ്പോൾ നീട്ടി വായിക്കും. നിന്റെ സത്യത്തിൽ നടത്തിയതിന്റെ പഠിക്കുന്നത് ഞാൻ പഠിച്ചിട്ടേ ഉള്ളൂ. അവന്റെ സത്യത്തിൽ നടന്നിട്ടേ ഉള്ളൂ. ഒന്നും നടക്കില്ല. അത് പഠിക്കണം. പഠിച്ചു കഴിയുമ്പോഴത്തേക്കും മോശ വന്നതുപോലെ 40 വർഷം ആടുകളുടെ മൃഗം വന്നതിന് ശേഷം ആ 40 വർഷം കഴിയുമ്പോൾ കർത്താവ് പിടിച്ച് ഇപ്പൊ നീ ക്ലിയർ ആയിട്ടുണ്ട്. ഇപ്പൊ നീ ക്ലിയർ ആയിട്ടുണ്ട്. പോയി ആടിനെ ഇസ്രായേലിനെ കൊണ്ടുവരാൻ പോകുന്നത് ഇപ്പൊ മോശ പറഞ്ഞു നടക്കാത്ത കേസാ. കാരണം ഒന്നാമത്തെ കാര്യം ഞാൻ വൃദ്ധനായി. പറഞ്ഞാൽ തിരിയില്ല. വിൽക്കണ. അതുകൊണ്ട് വേറെ ആരെങ്കിലും നോക്ക്. എന്നെ നോക്കണ്ട. 2, 3 പ്രാവശ്യം പറഞ്ഞ് അവസാനം ദൈവം കോപിച്ചെന്നാ. ദൈവം ദേഷ്യം വന്നു. കാരണം പണ്ട് 40 വർഷം മുമ്പ് മോശയ്ക്ക് താൻ കൊള്ളാവുന്നവനാ. ഇന്ന് താൻ കൊള്ളരുതാത്തവനാണ്. തന്നെ ഒന്നിനും കൊള്ളില്ലാത്തവൻ. ദൈവത്തിന്റെ വചനം പറയുന്നത് ദൈവത്തിന് ഉപയോഗിക്കണോ? ദൈവത്തിന് ഉപയോഗിക്കണമോ? സ്വന്തം ഇഷ്ടം ഇല്ലാതാക്കുക, ത്യജിക്കുക. സ്വന്തം ഇഷ്ടം ത്യജിച്ച് ദൈവം എന്ത് പറയുന്നുവോ അതിന് കീഴടങ്ങാനൊരു മനം. അവനെയാണ് പറയുന്ന ഭാഷ സൗമ്യതയുള്ളവൻ. എന്റെ മുഖം എന്നോട് പഠിപ്പിൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് വിശ്രാമം പ്രാപിക്കും. എന്റെ മുഖം ലഘു എന്റെ
എന്റെ ചുമട് ലഘുവും എന്റെ നുകം മൃദുവുമാകുന്നു. ഞാൻ സൗമ്യതയും താഴ്മയുമുള്ളവനാകയാൽ. ഈ രണ്ട് കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടാ ഈ പണി മുഴുവൻ ചെയ്യുന്നത്. ഇതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ നുകമേറ്റ് വർഷങ്ങൾ കഴിഞ്ഞ് 40 വർഷം കഴിഞ്ഞ് പഠിച്ചു കഴിഞ്ഞു. കുഴപ്പമില്ല. ദൈവത്തെ ഇഷ്ടം അന്നേരാണ്. അങ്ങനെയുള്ളപ്പോഴാണ് ദാവീദിനെ കുറിച്ച് പറഞ്ഞതുപോലെ, ദാവീദ് ആരാ? ദാവീദിന്റെ വിശേഷണം ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ. ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ. ദൈവം എന്ത് പറയുന്നു അത് മതി. സ്വന്തം ഇഷ്ടമില്ല. സ്വന്തം ഇഷ്ടമില്ല. തന്നെത്താൻ പറയുന്നത് എന്താ? യേശുവിന്റെ ശിഷ്യനായിരിക്കണമെങ്കിൽ ഏറ്റവും ആദ്യം തന്നെത്താൻ ഒഴിച്ച്, തന്നെത്താൻ നിഷേധിച്ച്, ഏറ്റവും ആദ്യം അത് ആരാ നിഷേധിക്കണം? തന്നെത്താൻ. എനിക്ക് ചില ഇഷ്ടങ്ങളും ചില ചിന്തകളും ലക്ഷ്യങ്ങളും എല്ലാം ഉണ്ട്. ആദ്യം അതങ്ങ് ഉപേക്ഷിക്കണം. ആ തന്നെത്താൻ ത്യജിച്ചിട്ട് വേണം കർത്താവിനെ പിൻപറ്റാൻ. കർത്താവിനെ പിൻപറ്റുമ്പോൾ കർത്താവിന്റെ ഇഷ്ടം ചെയ്യാൻ തന്റെ ഇഷ്ടം വരുന്നത് നടക്കില്ല. അങ്ങനെയുള്ളവരാണ് കർത്താവിന്റെ ശിഷ്യൻ. അതുകൊണ്ട് ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് നമ്മെ വീണ്ടും വീണ്ടും ഓർമ്മിച്ച ഒരു കാര്യം നോക്കുക. കർത്താവേ, നിന്റെ സത്യത്തിൽ നടത്തി എന്നെ പഠിപ്പിക്കണമേ. എത്ര വർഷം എടുത്തു മോശ? 40. ദാവീദ് എത്ര വർഷം എടുത്തു? ദാവീദ് എന്തിന്റെ പുറകെയായിരുന്നു? ആടുകൾ പുറകെയായിരുന്നു. എത്ര വർഷം എടുത്തു? അതും നല്ലൊരു കാലഘട്ടം എടുത്തു. ബാല്യം മുതലേ, ചെറുപ്പം മുതലേ തുടങ്ങിയതാ ഈ ആടുകളുടെ പുറകെ. ആരെയും കർത്താവ് നടത്തി പഠിപ്പിക്കുകയാണ്. കർത്താവിന് കൊള്ളാവുന്നവരായിട്ടില്ല. തന്നെത്താൻ നിഷേധിക്കാൻ, ദൈവത്തിന്റെ സത്യത്തിൽ നടത്തി പഠിപ്പിക്കാൻ, സ്വന്തം സത്യം വിട്ടുകളഞ്ഞതിന് ശേഷം ദൈവത്തിന്റെ സത്യത്തിലേക്ക് ഇണങ്ങുവാൻ. ഇന്ന് ദൈവം നമുക്ക് ആരാധനയ്ക്ക് മുമ്പാകെ നമ്മെ തന്നെ താഴ്ത്തി സൗമ്യത പഠിച്ച് തന്നെത്താൻ നിഷേധിച്ച് ദൈവത്തിന് ഇഷ്ടം ചെയ്യുവാൻ നമുക്കത് പഠിക്കാം. ഇനിയും പോരാതെ കർത്താവ് പഠിപ്പിക്കട്ടെ. ഞാൻ പറഞ്ഞതുപോലെ എന്റെ അനുഭവം ആയതുകൊണ്ട് എനിക്കതിന് ഒരു സംശയമില്ലാത്ത കാര്യമാണ്. എന്നെ കർത്താവ് പറഞ്ഞതും കാണിച്ചതുമാണ്. അന്ന് ഏകദേശം ഇപ്പൊ അങ്ങനെയൊക്കെയാണ്. എവിടെയാ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയൊന്നുമില്ല. പണ്ടൊക്കെ ആണെങ്കിൽ അങ്ങനെയല്ല. പോകുന്ന സ്ഥലം, പോകേണ്ട കാര്യം, അങ്ങോട്ടൊക്കെ ഇരിക്കുന്നു. അത് ഇതെല്ലാം പദ്ധതികളായിരുന്നു എന്റെ പറഞ്ഞത്. ഇന്ന് അങ്ങനെയൊന്നുമില്ല. കാരണം ഇതൊന്നും വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ കർത്താവിന്റെ പ്രവൃത്തി നടക്കില്ല. കർത്താവിനൊരു ഉദ്ദേശമുണ്ട്. അത് ചെയ്യണമെങ്കിൽ തന്നെത്താൻ നിഷേധിക്കുന്ന സൗമ്യനായിരിക്കണം. ആ സൗമ്യതയാണ് നമുക്ക് കർത്താവ് തരുന്ന സർട്ടിഫിക്കറ്റ്. താനെ വില ചെയ്യാൻ. അതുകൊണ്ട് ഇന്ന് കർത്താവിന്റെ സന്നിധിയിലേക്ക് നമുക്കൊരു പ്രാർത്ഥനയോടുകൂടി നമ്മുടെ ഇഷ്ടമെല്ലാം വിട്ടുകളഞ്ഞതിന് ശേഷം ദൈവമേ, നിന്റെ സത്യത്തിൽ നടത്തി പഠിപ്പിക്കണമെന്നുള്ള പ്രാർത്ഥനയോടെ നമുക്ക് മുട്ടുകൾ അടക്കാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗസ്ഥപിതാവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ കർത്താവിനെ സ്തുതിക്കുന്നു. കൃപയാൽ ഞങ്ങളെ ഈ സമയം വരെ നടത്തിയ ദൈവം ഇന്നും ഞങ്ങളോട് ഒപ്പം ഉണ്ട്. കർത്താവ് ഞങ്ങൾക്ക് തന്ന ആലോചനയ്ക്കായി സ്തോത്രം. കർത്താവേ, ദൈവമേ, ഞങ്ങൾ കർത്താവ് തന്നിഷ്ടം ചെയ്യുവാൻ, ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകുമ്പോൾ ദൈവത്തിന് ഇഷ്ടം ചെയ്യുന്നത് എന്നേക്കും ഇരിക്കുമെന്ന് കർത്താവ് വചനത്തിലുള്ളതുപോലെ ദൈവേഷ്ടം ചെയ്യുവാൻ തക്കവണ്ണം ഞങ്ങളെ തന്നെ താഴ്ത്തി കർത്താവിലേക്ക് ഏൽപ്പിക്കാൻ കൃപ ഞങ്ങൾക്ക് തരുന്നതാണ്. അങ്ങനെ സൗമ്യതയോടെ കർത്താവിന്റെ വേല ചെയ്ത് കർത്താവിന്റെ നാമത്തിൽ ദൈവമേ, ദൈവികമായിട്ടുള്ള അംഗീകാരം പ്രാപിച്ച കർത്താവിന്റെ നാമത്തിലായിരിക്കാൻ ഞങ്ങളെ കരുതേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കും. നമ്മോത്സവം പോരാട്ടത്തിലേക്ക് താഴ്ത്തി അനുഗ്രഹിക്കണമേ. കർത്താവേ, സ്തോത്രം 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 സ്തോത്രം. പോയി സ്തോത്രം ദൈവമേ, ഹല്ലേലൂയ.